ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ബാപ്കോന്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് വീഡിയോ ആണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ പലതരം കോഴ്സുകളെ പറ്റി 50ഓളം കോഴ്സുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. BCom, BBA, BCA, BSc, അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ടും യൂണിവേഴ്സിറ്റി പ്രോഗ്രാമായിട്ടും ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ഡാറ്റാ സയൻസ്, അങ്ങനെ പലതരം പ്രോഗ്രാംസിനെ പറ്റി യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരെ പല ഉപ്പമാരും ഉമ്മമാരും വിദ്യാർത്ഥികളും എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏതാണ് ബെസ്റ്റ് കോളേജ്, ഇത്തരം പ്രോഗ്രാംസ് പഠിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്, അതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജ് ഏതാണ് പല പാരൻസും സ്റ്റുഡൻസും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാരൻസിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ചാനൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റ് ഒരു വ്ളോഗ് കൂടിയാണ്. അപ്പോൾ നമുക്കിതിന് മുമ്പ് ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകളെ പറ്റിയിട്ട് ഇതേപോലെ നമ്മൾ കോളേജ് ടൂർ ചെയ്യണം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജ് ഏതാണോ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ ഈ പറയുന്ന കോളേജുകളൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കോളേജ് ഓൾ ഓവർ വിസിറ്റ്, അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടും അവിടുത്തെ അക്കാഡമിക് കൗൺസിലറായിട്ടും എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഫുൾ വാച്ച് ചെയ്താലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജിന് പറ്റിയിട്ടുള്ള ഒരു ഓൾ ഓവർ ഒരു ഫുൾ ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹിന്ദുസ്ഥാൻ ബിസിനസ് സ്കൂൾ എന്നാണ് പറയുക. ലൊക്കേഷൻ വരുന്നത് മാർത്തഹള്ളിയാണ്, ബാംഗ്ലൂർ. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള കാര്യം, സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കോളേജ് ഏതാണ്. നിലവിൽ ഞാൻ ഏതൊരു സ്റ്റുഡൻസ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, നല്ല രീതിയിൽ ഇന്റേൺഷിപ്പ് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രെയിനിങ് ഉള്ള പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ഫാക്കൾട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളേജ് മാക്സിമം നിങ്ങൾ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, BCA, ഡാറ്റാ സയൻസ് ഇത്തരം പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും കാണിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ, കർണാടകയിൽ ബാംഗ്ലൂർ മാർത്തഹള്ളിയാണ്. കോളേജിന്റെ പേര് ഹിന്ദുസ്ഥാൻ ബിസിനസ് സ്കൂൾ. ഹിന്ദുസ്ഥാനെ പറ്റിയിട്ടുള്ള ഫുള്ള് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. അതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കോളേജ് കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. നിലവിലിപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാൻ്റെ ബേസ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ കോളേജിൽ ഓൾ ഓവർ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കോളേജിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇവിടുത്തെ അക്കാഡമിക് കൗൺസിലുമായിട്ട് നമ്മൾ സംസാരിച്ചാലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ കോളേജിനെ പറ്റിയിട്ടും സ്റ്റുഡൻസിനെ പറ്റിയിട്ടും കോഴ്സുകളെ പറ്റിയിട്ടും അങ്ങനെ ഓൾ ഓവർ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് അലോഷ്യസ് ആണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അലോഷ്യസിനൊന്ന് പരിചയപ്പെടാം. അലോഷ്യസ് നാട്ടിലെവിടെ ലൊക്കേഷൻ വരുന്നത്? തൃശ്ശൂരാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. നിലവിൽ ഞാൻ കുറച്ച് സംശയങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇത് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, നിലവിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാനിൽ ഇത്തരം പ്രോഗ്രാംസ് ഉണ്ട്. BBA, ഏവിയേഷൻ അല്ലെങ്കിൽ BCom, ലോജിസ്റ്റിക്സ്, BCA, ഡാറ്റാ സയൻസ് പലതരം പ്രോഗ്രാംസ് കാര്യങ്ങളും ഹിന്ദുസ്ഥാനിൽ അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം പ്രോഗ്രാംസ് കേരളത്തിലും അവൈലബിൾ ആണ്, BBAന്റെ കൂടെ ആഡ് ഓൺ പ്രോഗ്രാമായിട്ടും. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഇവിടെ വന്ന് പഠിക്കണം അല്ലെങ്കിൽ കർണാടകയിൽ വന്ന് ഇത്തരം പ്രോഗ്രാംസ് കേരളത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വന്ന് പഠിക്കണം? അതിനുള്ള ഒരു ഉത്തരം എന്താണ്? നിലവിൽ നമ്മുടെ HBS ഹിന്ദുസ്ഥാൻ ബിസിനസ് സ്കൂൾ മാർത്തഹള്ളി നിലവിൽ അയാട്ട ഓതറൈസ്ഡ് സെന്ററാണ്. അയാട്ട ഓതറൈസ്ഡ് സെന്റർ. അപ്പോൾ നിലവിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നിലവിൽ ഇപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് തേർഡ് പാർട്ടി ആയിട്ടാണ്. കേരളത്തിൽ തേർഡ് പാർട്ടി ആയിട്ടാണ് അയാട്ടൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് എന്ന് പറയുമ്പോൾ അയാട്ട ഓതറൈസ്ഡ് സെന്ററാണ്. ഈ കോളേജ് എന്ന് പറയുന്നത് അയാട്ട ഓതറൈസ്ഡ് സെന്ററാണ്.
പിന്നെ നിലവിൽ സ്റ്റുഡൻസിനാണെങ്കിലും നിലവിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നിലവിൽ അങ്ങോട്ട് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഡൗൺ ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പല പേരൻസും വിളിച്ചു ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ലാംഗ്വേജ് സ്കില്ല് ബുദ്ധിമുട്ടാവുമോ. അപ്പൊ നമ്മൾ ഏൺ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ തന്നെ നിലവിൽ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നല്ല നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിലായിരിക്കും. ബേസ് ആയിട്ട് ഇംഗ്ലീഷ് ഇപ്പൊ നമ്മളൊരു നിലവിൽ നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ അടക്കം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആ ഒരു ബേസ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കില്ല് നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയി പഠിച്ചാലേ പറ്റും. ഈ പറയുന്ന കോളേജിൽ നിലവിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 50% മലയാളി സ്റ്റുഡൻസ്, ഒരു 25% കർണാടക സ്റ്റുഡൻസും, ഒരു 20% ഈ പറയുന്ന പോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസും, ഒരു 5% ഫോറിനേഴ്സുമാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിലവിൽ ലാംഗ്വേജ് കോമണായി യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. നോർമലി ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് നേരിട്ട് 3 വർഷം പഠിച്ചിറങ്ങുമ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യം ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതൊരു സ്റ്റുഡൻസ് ഇല്ല. അതെ, സ്റ്റുഡൻസ് ആണ്. നിലവിൽ കോളേജിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കാൻ. ഇവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസിനെ അപ്പൊ കണ്ടുപിടിക്കുക, അവരായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കി നോക്കാം. എവിടെ ലൊക്കേഷൻ കേരളം വരുന്നത്? ഞാൻ മലപ്പുറം ലൊക്കേഷൻ വരുന്നത്. എന്റെ പേരെന്താണ്? ശ്രീറാം. കോഴ്സ് ബി സി ആണ്. പേരെന്താണ്? ആദിഷ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം. ഏത് കോഴ്സ് വരുന്നത്? BBA ഏവിയേഷൻ ആണ്. താൻ ഏത് കോഴ്സ് വരുന്നത്? ബി സി ആണ്. പേരെന്താണ്? ഫഹീം. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ആണ്. പേര് റോഷ്ന, നാട്ടിലെ പത്തനംതിട്ട, BCA പഠിക്കുന്നു. പേര് ഹന്ന, നാട് മലപ്പുറം. ഞാൻ BBA ഏവിയേഷൻ ആണ് പഠിക്കുന്നത്. പേര് ശ്രീശാന്ത്, BCA ആണ്, മലപ്പുറം. ശരി. നിലവില് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ നല്ലതാണ് ചേട്ടാ, നല്ല ടീച്ചേഴ്സ് ആണ്. അപ് ടു ദ ലെവൽ ആണ് ടീച്ചേഴ്സ്. എല്ലാം കോഴ്സ് ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്. നൈസ് ക്യാമ്പസും ആണ്, പ്രശ്നമൊന്നുമില്ല. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. ഏകദേശം എത്ര സ്റ്റുഡന്റ് മലയാളി കുട്ടികളാണ് നമുക്ക്? മലയാളികൾ ഓൾമോസ്റ്റ് 100+ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സീനിയേഴ്സ് പ്ലേസ്മെന്റ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ കോഴ്സ് ആണ്. BBA ഏവിയേഷൻ ഒക്കെ കെമ്പേഗോഡ് അങ്ങനെ വേറെ സ്ഥലത്തൊക്കെ കിട്ടും. ബ്ലൂ ഡാർട്ടിലൊക്കെ. BCA സ്റ്റുഡൻസിനാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഇന്റേൺഷിപ്പ് അങ്ങനെയൊക്കെ കിട്ടും. പരിപാടികളും കോളേജില് നല്ലതാണ് ചേട്ടാ. നമുക്കൊരു ഫെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. നിലവിലിപ്പോ നമുക്കിപ്പോ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയസ് കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? നിലവില് അഡ്മിഷൻ പ്രൊസീജിയർ നിലവിൽ വെരി സിമ്പിൾ ആണ്. നമുക്ക് അവരെ ഓൺലൈൻ തന്നെ ആ പ്രൊസീജിയറും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനായിട്ട് സ്റ്റുഡൻസ് ഇവിടെ വന്ന് അതിന്റെ സമയം നേരിട്ട് വന്ന് അഡ്മിഷനും കാര്യങ്ങളും ബുക്ക് ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. ഇനി അതല്ല, നിലവില് ഇവരെ ഓൺലൈൻ ത്രൂ ചെയ്യാനാണെങ്കിലും നമ്മുടെ ഗൈഡൻസ്, കോളേജിന്റെ ഭാഗത്തുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കും. പിന്നെ നിലവില് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള IB, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കാര്യങ്ങളെല്ലാം നിലവിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ഒരുപാടെണ്ണമുണ്ട്. നമുക്ക് 2-3 ഞാൻ പറയുന്ന തരാം. ബ്ലൂ ഡോട്ട്. അതെ, നമ്മൾ കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ. പിന്നെ ജാക്കൂർ എയർപോർട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 അഡീഷണൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിതിന്റെ ലൈബ്രറിയാണ്. അപ്പൊ കംപ്ലീറ്റ് നോക്കി ഫുള്ള് പ്ലെയിന്റെ കാര്യങ്ങളാണല്ലോ അവിടെ. അതെ. നമ്മൾ മെയിൻലി കോളേജ് ഫോക്കസ് ചെയ്യുന്ന മാനേജ്മെന്റ് സ്റ്റഡീസിനാണ്. ഇപ്പോൾ ഓരോ കോളേജസും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോളേജസ് ഏതൊരു കോഴ്സിൽ അല്ലെങ്കിൽ ഏതൊരു ഇതിലാണ് ഡെവലപ്ഡ് ആയി വന്നത്, ഏതിലാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിനോട് ഞാൻ പറയാൻ പോകുന്നത്,
ഒരു കോഴ്സിന് ബ്രാൻഡായി പൊങ്ങി വന്ന കോളേജില് പലതരത്തിലുള്ള കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്തിലും കൊടുക്കുന്നുണ്ടാവില്ല, ഈ പറയുന്ന കോളേജിൽ കൊടുക്കുന്നുണ്ടാവില്ല. ചില കോളേജിൽ ചില കോഴ്സിന് മാത്രം പ്രാധാന്യം ഉണ്ടാവുള്ളൂ. മാനേജ്മെന്റ് സ്റ്റഡീസ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു നോർമൽ ഒരു കോളേജ്, ഒരു XYZ ഒരു കോളേജ് എടുത്തു. ആ കോളേജിൽ ഇപ്പൊ നഴ്സിംഗ് നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. അതേ കോളേജിന് നേരെ അടുത്തൊരു ബിൽഡിങ്ങിൽ തന്നെ ഇവര് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് ഡെവലപ്ഡ് ആയിട്ടല്ല, നേഴ്സിംഗിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അവർ ആ കോളേജ്, അതിന്റെ ആ ബ്രാൻഡ് പൊങ്ങി വന്നത് ആ കോളേജ് നേഴ്സിംഗ് ഡെവലപ്പ് ആയത് കൊണ്ടാണ്. അതെ അതെ. ഡിജിറ്റൽ ലൈബ്രറി എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ലൈബ്രറി. അതെ, ഡിജിറ്റൽ ലൈബ്രറി ആണത്. സ്റ്റുഡൻസിന് വേണ്ടി ബുക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഹെലികോപ്റ്റർ ലാൻഡിങ് റിമൂവ് ചെയ്യുവാണ്. റിമൂവ് ചെയ്യാണ്. നാട്ടിലെവിടെ വരുന്നത്? ഞങ്ങൾ മാംഗ്ലൂരാണ് വരുന്നത്. ഏത് കോഴ്സ് വരുന്നത്? ഞാൻ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ്. മറ്റേ ഹെലികോപ്റ്റർ അതുപോലെ തന്നെ പ്ലെയിൻ ഇതിന്റെ ഒക്കെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള സ്റ്റഡീസ് കേരളം വരുന്നത്. ശരി. ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സാണ്. മറ്റേ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് കേരളം ട്രെയിനിങ് കേരളം വരുന്നത് ഇല്ല. ഓക്കെ. കോളേജ് എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്. നിലവിലിപ്പോ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ യാത്രാ സൗകര്യങ്ങൾ കാര്യങ്ങൾ എങ്ങനെ വരുന്നുണ്ട്? ഇപ്പോ പല സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുമ്പോ അവിടുന്ന് എങ്ങോട്ട് കയറി അവിടെ ഇറങ്ങുന്ന കോളേജിലേക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? ഇപ്പൊ നിലവില് ബസ് ട്രാവൽ ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർത്തഹള്ളി സെന്റർ, ഇവിടുന്ന് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 50 meters ഉള്ളൂ, അല്ലെങ്കിൽ 100 meters മാക്സിമം. ആ സെന്ററിൽ അവർക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് സ്റ്റുഡൻസും ബസ് ട്രാവൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യല്. ഇനിയിപ്പോ ട്രെയിൻ സൗകര്യമാണ് അവർ നോക്കുന്നതിൽ കേരളത്തില് അവിടെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് 5 kilometers 5 kilometers ഇല്ല, ജസ്റ്റ് ഒരു 3 kilometers മാക്സിമം. അതിനുള്ളില് യാത്ര അവിടുന്ന് ക്യാബ് ആണെങ്കിലോ അല്ലെങ്കിൽ അത് ആക്സസ് ആണെങ്കിലും അവർക്ക് അവൈലബിലിറ്റി കൂടുതലാണ്. പിന്നെ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നിലവിൽ വരുന്നത്? ഹോസ്റ്റല് നിലവില് തൊട്ട് ഇവിടെ തന്നെ ഒരു ജസ്റ്റ് ഒരു 100 meters ഉള്ളൂ. കോളേജിന്റെ ഉള്ളിലേക്ക് ഹോസ്റ്റലിലേക്ക് വരുന്നത് ജസ്റ്റ് 100 meters വരുന്നുള്ളൂ. പിന്നെ ഗേൾസിനാണെങ്കിലും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആണ് നിലവില്. കാരണം കേരളം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഫുഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. കേരള പല ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ സെയിം കേരള ഫുഡ് കിട്ടുമെന്നുള്ള പല സ്റ്റുഡൻസിനുള്ള സംശയമാണ്. അതെ 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 അതെ. നിലവില് കേരള ഫുഡ് പ്രതീക്ഷിക്കരുതെന്നാണ്, എന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതിപ്പോ നിലവില് ഏത് കോഴ്സിന്റെ ക്ലാസ് റൂമാണ്? നിലവിലെ എല്ലാ ക്ലാസ് റൂംസും സെയിം ആണ്. ഏകദേശം BBA ഏവിയേഷൻ ക്ലാസ് റൂമാണ്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ് റൂംസും നിലവിൽ കൊടുക്കുന്നത്
ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ്. ഓക്കെ. അതെ, പ്രൊജക്ടറും കേരളം എല്ലാം ഉണ്ട്. അതെ. പിന്നെ ഞാൻ സംശയം ചോദിച്ചോട്ടെ. 60 സ്റ്റുഡൻസ് ആണ് കപ്പാസിറ്റി. ഓക്കെ. അതെ. നിലവിൽ ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഓക്കെ. ഇപ്പോ നമുക്കിപ്പോ നിലവില് ഈ ഒരു ഹിന്ദുസ്ഥാനിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്ട്രീം ചൂസ് ചെയ്ത സ്റ്റുഡൻസിനായിരിക്കും ഇവിടെ അഡ്മിഷനും കാര്യങ്ങളും എടുക്കാൻ പറ്റുക? നിലവിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ BBA ഏവിയേഷൻ, BCom ലോജിസ്റ്റിക്സ്, BSc എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ പല പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുമ്പോൾ ഏത് സ്ട്രീം എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഇപ്പോൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇപ്പോ HBS നിലവില് ഡിപ്ലോമ കോഴ്സസും അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിന് നമുക്കിവിടെ കോഴ്സസ് അവൈലബിൾ ആണ്. അതെ. പിന്നെ എനി കോഴ്സ് ഇപ്പൊ +2 ഇപ്പോൾ ഏതൊരു സബ്ജക്ട് എടുത്ത സ്റ്റുഡന്റിനാണെങ്കിലും അവർക്ക് ഇവിടെ ഏതൊരു കോഴ്സസ് ആണെങ്കിലും ചൂസ് ചെയ്യാം. അതിനൊരു ലിമിറ്റേഷൻസ് കാര്യങ്ങളോ BSc മാത്രം ചെയ്യാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം നോർമലി ഇപ്പോൾ ഏതൊരു കോഴ്സ് മാനേജ്മെന്റ് കോഴ്സുകൾ ഏതും അവർക്ക് ചൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോ നിലവിലൊരു ബയോസയൻസ് പഠിച്ച സ്റ്റുഡന്റ് ആണെങ്കിൽ കൂടി തന്നെ അവർക്ക് മാനേജ്മെന്റ് ഫീൽഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ക്യാമ്പസ് നിലവിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് അവരുടെ ബിഗിനിങ്, അവരുടെ ബേസ് മുതലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് അവരുടെ ക്വാളിറ്റി. അവരുടെ ഫാക്കൽറ്റി അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ കേരളത്തിലൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ BSc ചെയ്യാൻ എല്ലാ സ്ട്രീം എടുത്ത ആൾക്കാർക്കും പറ്റില്ല. അല്ല, BCA ചെയ്യാൻ പറ്റില്ല. ഇപ്പോ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് BCA ആണെങ്കിൽ കൂടി തന്നെ എല്ലാ ഞാൻ പറഞ്ഞ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചിലർ A to Z സ്റ്റുഡൻസിനും ഈ പറയുന്ന ഒരു കോഴ്സ് സബ്ജക്ട് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല. മറ്റേ BSc പ്രോഗ്രാം നോക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ടച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും അവർ വരിക. ഇപ്പൊ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിൽ അക്കൗണ്ടൻസി കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോ നേരെ അവര് BBAയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊന്നും അറിയാതെ വരുന്ന സ്റ്റുഡൻസ് ആവുമ്പോൾ അവർക്ക് അത് ബേസ് മുതലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ബാക്കി ഫസ്റ്റ് ഇയറിൽ ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ ബേസ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടായിരിക്കും പിന്നീട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിപ്പിക്കുക. പിന്നെ ഇപ്പോ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ലാംഗ്വേജ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിലവിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? ലാംഗ്വേജിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നിലവിലില്ല. ഇപ്പൊ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി തന്നെ അത്യാവശ്യം നോളേജ്, അത്യാവശ്യം തട്ടിമുട്ടി ഇംഗ്ലീഷ് പറയാൻ അറിയുമെങ്കിൽ കൂടി തന്നെ ഇവര് പോകുമ്പോൾ അത്യാവശ്യം സ്കിൽഡ് ആയിട്ട് അത്യാവശ്യം ലാംഗ്വേജിന്റെ ബേസ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ പോകുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ മാനേജ്മെന്റ് ആണെങ്കിൽ കൂടി തന്നെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഏവിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെയിനായിട്ട് ഏവിയേഷനാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ യൂട്യൂബിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് BBA അല്ലെങ്കിൽ ഏവിയേഷനെ പറ്റിയിട്ട് വീഡിയോ. അപ്പൊ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതെ, ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ഇവിടെ അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഫീസ് അടയ്ക്കാനുള്ളത് എങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്? ലോണിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ നിലവില് ഫീസിന് നമ്മൾ ഒരിക്കലും അധികം സ്ട്രഗിൾ കൊടുക്കാറില്ല സ്റ്റുഡൻസിന്. പിന്നെ എഡ്യൂക്കേഷൻ ലോണിന്റെ പർപ്പസ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിന്റെ പേർപ്പസ് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ അപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ക്ലിയർ ആണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് ബാങ്കിന് ചോദിക്കുന്ന A to Z. ഇപ്പൊ ഒരുപാട് ഒരു 40% സ്റ്റുഡൻസ് ഇവിടെ ലോണിൽ തന്നെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് ഇയറിലാണെങ്കിൽ കൂടി തന്നെ ലോണിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അവര് ലോണെല്ലാം പാസ്സായി കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതെ, ലോണിന്റെ ഫെസിലിറ്റീസ്, പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കുട്ടികൾക്ക് ലോണിന്റെ പേപ്പേഴ്സ് ഒരു ബാങ്കിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നോക്കി മാത്രം മതി. ഓക്കെ. നിലവിൽ ഇത്തരം പ്രോഗ്രാംസ് ഇവിടെ കൊടുക്കുന്ന മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ്, BBA അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്. ഇതൊക്കെ ഭാവിയിൽ എത്രമാത്രം സാധ്യത ഉണ്ട് സത്യം പറഞ്ഞാൽ നിലവിൽ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷൻ മാർക്കറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സും കൂടിയാണ് ഏവിയേഷൻ. ഓക്കെ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റേ മൂന്നാമത്തെ ഏവിയേഷൻ മാർക്കറ്റ് ആണ്. നിലവില് ഈ പറയുന്ന പോലെ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഡൊമസ്റ്റിക് ബേസിൽ ഇവിടെ ട്രാവലിംഗ് നടക്കുന്നത് ചിലപ്പോ എയർലൈനായിരിക്കും ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു 5 വർഷം. കാരണം ബാംഗ്ലൂർ ഇപ്പൊ തന്നെ ക്രൗഡായിട്ട് വരികയാണ്. ഞാൻ അവിടെ വരുന്ന ടൈമിൽ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിലവിൽ ഒരു 5 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനായിട്ട് എയർലൈൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഡിമാൻഡ് കൂടുന്നേ ഉള്ളൂ, ഒരിക്കലും കുറയാൻ ചാൻസസ് ഇല്ല. ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ പോയാലും ഇത് മുമ്പോട്ട് വളർച്ചയല്ലാതെ ഒരിക്കലും താഴോട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ലോജിസ്റ്റിക്സ് മേഖല. ഇപ്പോ കേരളത്തിൽ നിന്ന് ഇപ്പൊ എനിക്ക് പല പേരൻസിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ്,
ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ വരാൻ വേണ്ടി നിന്ന ആളുകൾ ആവേശ സിനിമ കണ്ടപ്പോ അത് ക്യാൻസലാക്കി കേരളത്തിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഇവിടെ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാല് അതിന്റെ സേഫ്റ്റിനെ പറ്റിയിട്ട് ആ ഒരു ഫിയർ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലോ അല്ലെ? അപ്പോ അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റിനെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോണ്ടാക്ട്, പാരന്റ്സും സ്റ്റുഡൻസും തമ്മിലുള്ള കോണ്ടാക്ട് ഡേ ബൈ ഡേ കൂട്ടി വരിക. അതൊരിക്കലും കുറയ്ക്കാൻ നിൽക്കരുത്. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ അവരുണ്ടായിരുന്നത് അതേപോലെ തന്നെ അവർ ഇവിടെ കൊണ്ടുവന്ന് വിടുമ്പോഴും നമ്മൾ ഡെയിലി അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അവരെന്തൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മൾ നിലവിൽ കോളേജിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഇൻ കേസ് ഇവർ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പാരന്റ്സിന് എത്തുന്ന ലെവലുള്ള പ്രോഗ്രാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരിൽ എത്ര പെർസെന്റേജ് അറ്റൻഡൻസ് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു 3 months കൂടുമ്പോൾ പാരന്റ്സ് മീറ്റിംഗ് കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സെറ്റപ്പും നമ്മളെ കോളേജ് ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു പെർസെന്റേജ് പോലും നമ്മൾ കാണിക്കുന്നില്ല. അത് നിലവിലിപ്പോ നമ്മുടെ HBSന്റെ വിശേഷങ്ങൾ ഏകദേശം അവസാനിക്കാറായി. അപ്പോ ഇതുവരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ആലോചിച്ചത് വളരെയധികം നന്ദി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ വേറെ കോളേജുകളെ പറ്റിയിട്ടും കോഴ്സുകളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നമ്മുടെ ചാനൽ ത്രൂ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും വിധത്തിലുള്ള നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ എന്ത് ചെയ്യാം, കോളേജിന്റെ നമ്പേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഏതെങ്കിലും കോളേജുകളുടെ വീഡിയോ അല്ലെങ്കിൽ കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം രേഖപ്പെടുത്താം.